അപ്പോഴും അക്ബർ ഈ റിയാലിറ്റി ഷോയിൽ അത്ര ഫെയിം ആയതിനു ശേഷം അക്ബറിനെ തേടി ഒന്നും വന്നിട്ടില്ലേ? എന്നെ ഫസ്റ്റ് മൂവി തന്നെ മറ്റേ മാർഗം കളി എന്ന് പറയുന്ന പടത്തില് എൻ്റെ പേര് അത് ഗോപിച്ചേട്ടനാണ് സരിഗമയിൽ പാടുമ്പോൾ തന്നെ. പിന്നെ എടക്കാട് ബറ്റാലിയൻ, അതേമാതിരി ഉല്ലാസം ഷൈനികത്തിൻ്റെ, അങ്ങനെ പിന്നെ തെലുങ്ക്, കന്നഡ. ഒരു കന്നഡ റിലീസായി വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞിട്ട് VK പ്രകാശ് സാറിൻ്റെ ഗോപിച്ചേട്ടൻ തന്നെ. എത്രോളം പാട്ടുകൾ ഇപ്പൊ അക്ബർ പാടിയിട്ടുണ്ട് സിനിമകളിൽ? ഒരു 25ഓളം പടം പാടിയിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് സിനിമയിലോട്ട് പാടാൻ വരുന്നതിൽ ചാൻസ് തന്നാരായിരിക്കും? ഗോപി സുന്ദർ. ആ കഥ എന്തുവാ? അത് ഇതേപോലെ ഞാൻ ഫസ്റ്റ് സോങ് പാടിയപ്പം ഗോപിച്ചേട്ടൻ അവിടെ നിന്ന് എണീറ്റ് വന്നു, എന്നെ ഹഗ് ചെയ്തു. പ്രോഗ്രാം നടക്കുമ്പോൾ പാടി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കൈയടിച്ചു, ഒന്ന് ഹഗ് ചെയ്തു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗോപിച്ചേട്ടൻ മൈക്കൊന്ന് മാറ്റിയിട്ട് ചെവിയിലൊന്ന് പാടുക വെച്ചു. അപ്പം ഞാൻ മൈക്ക് മാറ്റിയിട്ട് ചെവിയിൽ പാടിയ കഴിഞ്ഞ വഴിക്ക് ഗോപിച്ചേട്ടൻ എൻ്റെ അടുത്ത പടത്തിൽ നീ ഒരു പാട്ട് പാടാം, ഞാൻ ഇത്രയും മലയാളത്തിൽ ഇങ്ങനെ ഒരു വോയിസിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അപ്പോൾ അത് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പൊ സിനിമകളിൽ ഇപ്പൊ ഞാൻ അഭിനയിച്ചാൽ, അല്ലെങ്കിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചു കഴിഞ്ഞാൽ, ഇനി നടന്മാരെ തന്നെ എടുത്തോ, അവർ അഭിനയിച്ച സീൻ എഡിറ്റിംഗ് റൂമിലോട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് കളയുന്ന സ്ഥിതി ഇപ്പോൾ ഈ സെയിം സിറ്റുവേഷൻ പാട്ടിലുണ്ടോ? പാട്ടുകാർക്കുണ്ട്. പാട്ടുകാരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. അതെന്തുവായിരുന്നു? അത് ഈ പറയുന്നത് പോലെ നമ്മൾ പാടും. പിന്നെ ഈ പറയുന്നത്, അതായത് ഇപ്പൊ ഒരു സിനിമയിൽ അക്ബറിനെ പാടാൻ വിളിക്കുന്നു, അക്ബർ പാടുന്നു, ഷൂട്ട് കഴിയുന്നു, അപ്പൊ അക്ബറിന്റെ പ്രതീക്ഷ എന്ന് പറയുന്ന ആ സിനിമ ഇറങ്ങുമ്പോൾ പാട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ആ സിനിമയിൽ നിന്ന് ആ ഒരു വലിയ പാട്ട് കളയാനുള്ള കാരണം എന്തായിരിക്കും? പാട്ട് കളയുന്നുണ്ടാവില്ല, വേറെ ആളെ വെച്ചിട്ട് പാടിപ്പിക്കും. ചിലപ്പോ ഈ പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ VKP സാറിന്റെ ഈ ഒരു കന്നഡ പടം ഞാൻ കുറെ മുന്നേ പാടിയതാ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ അത് ഗോപിച്ചേട്ടൻ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആൾക്കാരോട് പറയുന്നത്, ഓക്കെ ഞാനൊരു പടത്തിൽ കന്നഡ പടം എൻ്റെ റിലീസായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ആ പടത്തിൻ്റെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാരണം നമ്മളെ ഒരു വേറെ സ്റ്റേറ്റിൽ നമ്മളെ സിനിമ ഓടുക, നമ്മൾ പാടിയ സിനിമ ഓടുക, അതൊക്കെ അതിന് ആ പാട്ടിൻ്റെ കമൻസിൽ ഫുള്ള് ഈ നമ്മളാരാന്നറിയാത്ത അവിടുത്തെ ലോക്കൽ ആൾക്കാർ ആ മെയിൽ സിംഗറിന്റെ വോയിസ് നല്ലതാണെന്നൊക്കെ കമന്റ് ഇടുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. ഈ പറയുന്ന മാതിരി കട്ടായി പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ പിന്നെ ചിലപ്പോൾ ഞാൻ പ്രൊമോഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഫുൾ എഡിറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇൻഷോട്ടിലൊക്കെ ഞാൻ തന്നെ ആ മ്യൂസിക് ഞാൻ തന്നെ ഇട്ട് കൊടുക്കും. ആ പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഈ പറയണ പോലെ അത് അപ്ലോഡിങ്ങിന് മുന്നേ ആയിരിക്കും ഞാൻ ചിലപ്പോൾ റിലീസ് ഡേറ്റോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റോറി ഇടാനാണ് അങ്ങനെ പറയുമ്പോൾ, അയ്യോ അത് പാട്ട് ഞങ്ങൾ വേറെ സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിച്ചു കേട്ടോ, അത് ഞങ്ങൾ പറയാൻ വിട്ടുപോയതാണ്. അക്ബർ ഏതൊരു റിയാലിറ്റി ഷോ എടുത്താലും പോയൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ ചോദിക്കും കേട്ടോ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ വിന്നറാകാൻ പറ്റും, അല്ലെങ്കിൽ ആദ്യം വിന്നറാക്കാവുന്ന തുടക്കം മുതൽ ഒരാളെ രേഖപ്പെടുത്തി വെക്കും, ഇത് വാസ്തവമാണോ? ഞാൻ പോയോടത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വേറെ എവിടെയെങ്കിലും വാസ്തവമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയോടത്തൊന്നും. ഇപ്പം ഞാൻ മൈലാഞ്ചി, അതേപോലെ പട്രുപാൽ, ഈ പറയുന്നത് പോലെ സരിഗമപ്പ, ഇപ്പം കഴിഞ്ഞ സ്റ്റാർ സിംഗറിലെ മെൻഡറായിരുന്നു. ഇവിടെ എവിടെയും എന്തില്ല. കാരണം എൻ്റെ കരിയർ എന്നെ മാറ്റിയില്ലേ. അത് എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടുകാർ കടക്കാർ വന്ന് നിൽക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, വീടിൻ്റെ ലോണ് ജപ്തി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ തലക്ക് ചുറ്റും നടന്നിരുന്ന സമയത്താണ് സരിഗമപ്പയിൽ ഞാൻ പാടുന്നത്. ഈ പാടുന്ന സമയത്തും ചിലപ്പോൾ കോൾ വരും, വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം നടക്കണം. അതിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത്, എടാ നീ ഇപ്പോൾ കോൾ എടുക്കല്ലേ, നീ ഇവിടെ വരുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്, അതല്ലെങ്കിൽ അയാൾ അങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തിച്ചു എന്നുള്ളതാണ്.